അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, ഹിജ്റ വർഷം 1447 നാം കടന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം സന്തോഷത്തിലും റാഹത്തിലും തഖ്വയിലും ഇഖ്ലാസിലും ഇസ്തിഖാമത്തിലുമായി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വളരെയധികം ശ്രേഷ്ഠതയും മഹത്വവും ഉള്ളതാണ്. പണ്ഡിതന്മാർ ഇതിനിട്ടേക്കുന്ന പേര് അയ്യാമുൻ നജാത്ത് എന്നാണ്, രക്ഷയുടെ ദിവസങ്ങൾ എന്നാണ്. ഒരു പ്രവാചകനിക്കല്ല, ഒരുപാട് പ്രവാചകന്മാർക്ക് പല രീതിയിലുള്ള നേട്ടങ്ങളും വിജയങ്ങളും കിട്ടിയത് മുഹറം 10-നാണ്. ആ മുഹറം 10-ന് മുമ്പുള്ള ദിവസങ്ങളിലാണ് വിജയത്തിലേക്കും അതുപോലെ തന്നെ രക്ഷയിലേക്കുമുള്ളതായ മാർഗങ്ങൾ എടുത്തു തുടങ്ങിയത്. അതുകൊണ്ട് അയ്യാമുൻ നജാത്ത്, രക്ഷയുടെ ദിവസങ്ങൾ എന്നാണ് ഈ ദിവസങ്ങൾക്ക് പറയപ്പെടുന്ന പേര്. ഈ ദിവസങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ദിക്ർ ഏതാണ്? ദിക്റുൻ നജാത്ത്, രക്ഷയുടെ ദിക്റാണ് കൂടുതലായിട്ട് നാം ചൊല്ലേണ്ടത്. മറ്റുള്ളതായ ദിക്റുകൾ, തസ്ബീഹുകൾ, ഖുർആൻ ശരീഫ് പാരായണം, സ്വലവാത്ത്, സലാമുകൾ, ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ധാരാളമായി നാം ചെയ്യേണ്ട ദിക്ർ ദിക്റുൻ നജാത്താണ്, രക്ഷയുടെ ദിക്ർ. അതേതാ ദിക്റുൻ നജാത്ത്? സൂറത്തുൽ അംബിയയിലെ 87-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ കിടന്നുകൊണ്ട് പറഞ്ഞതായ ദിക്റാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ തൻ്റെ അടിമത്തം വെളിവാക്കിക്കൊണ്ട്, വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് താഴ്മയോടുകൂടെ കേണപേക്ഷിച്ച ദിക്റാണ് ദിക്റുൻ നജാത്ത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളത്. എന്താണ് അതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ വേറൊരു ഇലാഹില്ല. സുബ്ഹാനക, നിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തീർച്ചയായിട്ടും ഞാൻ അക്രമികളിൽ പെട്ടവനായി തീർന്നിരിക്കുന്നു. നിന്റെ അനുവാദമില്ലാതെ എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഓടി അകന്നതിന്റെ പേരിൽ ഞാനിതാ അക്രമികളിൽ പെട്ടവനായിരിക്കുന്നു. എന്നോട് നീ കരുണ ചെയ്യണമേ എന്നാണല്ലോ അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് യൂനുസ് നബി അലൈഹിസ്സലാം ഇത് പറഞ്ഞു. എന്നു മുതൽ? ദുൽഹിജ്ജ 1 മുതലാണ്. ദുൽഹിജ്ജ 1-നാണ് മത്സ്യവയറ്റിൽ പ്രവേശിക്കുന്നത്. മുഹറം 10-നാണ് യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ നിന്നും രക്ഷ നേടുന്നത്. അപ്പോ അയ്യാമുൻ നജാത്ത്, രക്ഷയുടെ ഈ ദിവസങ്ങളിൽ നാം ഈ ദിക്ർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മ്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ആ ദുആഇന് നാം മറുപടി നൽകി, അതിനെ ഞാൻ സ്വീകരിച്ചു. എന്നിട്ടോ വനജ്ജയ്നാഹു മിനൽ ഗമ്മ്, യൂനുസ് നബി അലൈഹിസ്സലാമിനെ അദ്ദേഹം അകപ്പെട്ടതായ ആ വിഷമത്തിൽ നിന്നും, ആ പ്രയാസത്തിൽ നിന്നും, അദ്ദേഹത്തിന്റെ ആ മാനസികമായ സമ്മർദ്ദത്തിൽ നിന്നെല്ലാം നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരം മുഅ്മിനീങ്ങൾക്കും നാം വിജയം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ദിക്റുൻ നജാത്ത് എന്ന് പണ്ഡിതന്മാർ ഇതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, രക്ഷയുടെ ദിക്ർ എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുകയും നാം അക്രമികളാണ് എന്നും അള്ളാഹുവിന്റെ മുമ്പിൽ നാം വിനയാന്വിതനാണ് എന്നും ആ ദിക്റിലൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ നാം വ്യക്തമാക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലുള്ള വിജയവും നൽകി നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും നമ്മെ സഹായിച്ചവരെയും സ്നേഹിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.